ദുരന്തബാധിതരോട് എന്തുകൊണ്ട് സ്മൃതി പരുത്തിക്കാട് മാപ്പ് പറയുന്നില്ല? ഞാൻ കാരണം ഒരു സ്ത്രീ കരയാൻ പാടില്ല. ഞാൻ അവരെ വിളിച്ചു, അവരോട് സംസാരിച്ചു, അവരും കരഞ്ഞു, ഞാനും കരഞ്ഞു. ദുരന്തബാധിതരെ അവഹേളിച്ചോ എന്ന ചോദ്യം. ഞാൻ സർക്കാരിന്റെ നാടകം അല്ലെങ്കിൽ CPM നാടകം എന്ന് തന്നെയാണ് ഞാൻ പറയുക. പാലുകാച്ച് അവരെപ്പം നടത്തും? അവർക്ക് കറണ്ട് കിട്ടിയോ, വെള്ളം കിട്ടിയോ? അപ്പോൾ അവർക്ക് എന്നാണ് അവർക്ക് കയറി കൂടാനാകുന്ന ദിവസം അവർക്കറിയാം. ആരെയാണ് പറ്റിക്കുന്നത്? കാരണവരോട് രൂക്ഷമായ ചോദ്യങ്ങൾ ചോദിച്ചുകൂടാ, അത് ശക്തമായ ചോദ്യങ്ങൾ ചോദിച്ചുകൂടാ. CPM പറഞ്ഞ് ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നൊരു അഭിപ്രായം എനിക്കില്ല കേട്ടോ. പക്ഷേ ഇത് കണ്ടാലും നിയന്ത്രിക്കില്ല, അതങ്ങനെ പോട്ടെ. ഒരൊറ്റ വനിതാ നേതാവ്, ഒരു സിംഗിൾ മെസ്സേജ് എനിക്ക് ഒരു വനിതാ നേതാവിൽ നിന്ന് വന്നില്ല എന്നുള്ളത്. ഇന്നലെ വൈകിട്ട് എനിക്ക് ഒരു നേതാവിൻ്റെ ഭാര്യയുടെ മെസ്സേജ് എനിക്ക് പേഴ്സണലായി മെസ്സഞ്ചറിൽ വന്നു. എന്നെ പിന്തുണച്ചു എന്ന് പറഞ്ഞാൽ അവർക്കത് കുഴപ്പമാവുന്നുള്ളൂ. ഞാൻ ഒരു പേര് പറയുന്നില്ല. മുഖ്യമന്ത്രിയുടെ പോസ്റ്റിന് താഴെ എന്തോ സ്വർണ്ണക്കളം എഴുതിയ 19കാരനെ എത്ര വേഗമാണ് അറസ്റ്റ് ചെയ്ത്. അപ്പോൾ ആളെ വേഗം കണ്ടെത്താൻ പറ്റും. ഇതിപ്പോൾ ആൾക്കാരെ കണ്ടെത്താൻ പറ്റില്ല. ഞാൻ നടത്തുന്ന ഡിബേറ്റുകളിലെത്തുന്ന CPM പ്രതിനിധികൾ ബോധപൂർവം ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾക്കെന്താണ് പ്രതിപക്ഷ നേതാവിനെ പറയുമ്പോൾ ഇത്ര പൊള്ളുന്നത്? നിഷ്കളങ്കമായി ചോദിക്കുന്നതല്ലാതെ എനിക്ക് വളരെ വ്യക്തമാണ്. ഇപ്പൊ നമ്മളെ ഒരു കളത്തിലിട്ടുകൊണ്ട് ഈ കോൺഗ്രസ്സുകാരിയാക്കുകയും VD സതീശൻ പക്ഷക്കാരിയൊക്കെ ആക്കുന്ന ആളുകൾ നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് കാണാതിരിക്കുന്നതല്ലേ ഉള്ളൂ. ഞാനൊരു പക്ഷേ കോഴിക്കോട് ജനിച്ച് വളർന്നുകൊണ്ടായിരിക്കും. എനിക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾക്കിടയിലാണ് ഞാൻ വളർന്നത്. എനിക്കിപ്പോഴും ഉള്ള അടുത്ത സുഹൃത്തുക്കൾ അവരൊക്കെ തന്നെയാണ്. എങ്ങനെയാണ് ആ കുടുംബങ്ങൾ നമ്മളുമായിട്ടൊക്കെ എത്ര ക്ലോസ് ആണ്, അവർ എങ്ങനെയാണ് നമ്മളെ ചേർത്ത് നിർത്തുന്നത്, എനിക്ക് കൃത്യമായിട്ട് അനുഭവമുള്ള ഒരാളാണ്. അപ്പോൾ അവർക്കെതിരായ പ്രതികരണങ്ങൾ വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കൊള്ളും. നമ്മൾ ചോദിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളല്ലേ ചോദിക്കുന്നത്. ഇടതുപക്ഷത്തെക്കുറിച്ച് എന്താണ് നിലപാട്? എൻ്റെ അച്ഛനായാലും CPM പാർട്ടി EMS പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്ത് പറയുമ്പോഴും പറയാം. EMS പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുക. അദ്ദേഹം MN വിജയനുമായി അടുത്ത് നിന്ന വ്യക്തിയാണ്. വിജയമാഷോട് പാർട്ടി എങ്ങനെയാണ് അവസാനം പെരുമാറിയെന്ന് നമുക്കറിയാവുന്നതാണ്. ആ ഘട്ടത്തിൽ തന്നെ പാർട്ടിയോട് അകന്നിട്ടുണ്ട്. സ്ത്രീകൾ വിമർശനത്തിന് അതീതരാണൊന്നുമില്ല കേട്ടോ, അങ്ങനെ ഒരു അഭിപ്രായമേ എനിക്കില്ല. ഇപ്പോൾ ആസ് എ മാധ്യമപ്രവർത്തക എന്നെ വിമർശിക്കാനുള്ള വിമർശിക്കാം, ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കൾക്ക് പറയാനുള്ള പറയാം, ഒരു തെറ്റുമില്ല. നമ്മൾ തിരിച്ചു തന്നെയാണ് ചെയ്യുന്നത്. റിപ്പോർട്ടർ TVയുടെ വാർത്താ വിശകലന പരിപാടിയായ മീറ്റ് ദ എഡിറ്റേഴ്സിൽ നടത്തിയ ഒരു അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി റിപ്പോർട്ടർ TV എക്സിക്യൂട്ടീവ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാട് നിരന്തരമായ സൈബർ അറ്റാക്കിന് വിധേയയാവുകയാണ്. നിരവധി ചോദ്യങ്ങൾ, വിവാദങ്ങൾ, വിമർശനങ്ങൾ, ആരോപണങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു കഴിഞ്ഞു. ഇതിനെല്ലാം മറുപടി പറയുകയാണ് സ്മൃതി പരുത്തിക്കാട്. സ്വാഗതം. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത്, ഈ ദുരന്തബാധിതർ ഈ തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസം ധർമ്മടത്ത് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അവരുടെ ഗൃഹപ്രവേശനത്തിലേക്ക് ക്ഷണിക്കുന്ന ആ വിഷ്വൽ എല്ലാ മാധ്യമങ്ങളും വലിയ തോതിൽ നൽകിയിരുന്നു. ഈ മിഡ് എഡിറ്റേഴ്സിൽ നടന്ന ചർച്ചയിൽ പറഞ്ഞൊരു വിമർശനം എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയ നാടകത്തിൻ്റെ ഭാഗമായിരുന്നു, ആ വിഷ്വൽ ഒരു രാഷ്ട്രീയ നാടകത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന വിമർശനമായിരുന്നു ഉന്നയിച്ചത്. അതിൻ്റെ ഒരു അന്തസത്ത ഈ ദുരന്തബാധിതരെ രാഷ്ട്രീയമായി ഉപയോഗിച്ചു സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷം എന്നതായിരുന്നു. അത് വലിയ തോതിൽ വിമർശിക്കപ്പെടുന്നു. ദുരന്തബാധിതരെ അവഹേളിച്ചു എന്ന തരത്തിലുള്ള വിമർശനങ്ങളും വലിയ അധിക്ഷേപങ്ങളുമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണോ? ആണല്ലോ. ദുരന്തബാധിതരെ അവഹേളിച്ചോ എന്ന ചോദ്യം, അതിനെന്താ മറുപടി? എങ്ങനെയാണ് ദുരന്തബാധിതരെ അവഹേളിക്കുന്നത്? ഞാൻ ദുരന്തബാധിതർക്കൊപ്പമാണ്. അവരുടെ നിസ്സഹായ അവസ്ഥ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് തുടക്കം മുതൽ തോന്നിയിട്ടുള്ള കാര്യം. ഈ വയനാട് ദുരന്തം നടന്നതിന് ശേഷം വളരെ വേഗത്തിൽ തന്നെ ജനം പ്രതികരിച്ചിട്ടുണ്ട്. ജനം പ്രതികരിക്കുക എന്ന് വെച്ചാൽ സഹായങ്ങളായി പ്രതികരിച്ചിട്ടുണ്ട്. ആ ദുരന്ത മുഖത്ത് തന്നെ നമ്മൾ കണ്ടതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അത് SFI ആവട്ടെ, DYFI ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, KSU ആവട്ടെ, എല്ലാവരും തന്നെ ഉണർന്നിറങ്ങി ആ മണ്ണിൽ ഇറങ്ങിയ ആളുകളെ തിരയുന്ന ആ കാഴ്ച, അത് മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യമായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഉണ്ടായിരുന്നു, ആ 3-4 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൃത്യമായി കണ്ടറിഞ്ഞ കാര്യമാണ്. എല്ലാ രാഷ്ട്രീയ വ്യത്യാസമില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, BJPയും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനുശേഷം എന്താണ്, നമ്മളെല്ലാവരും പണം പിരിച്ചു നൽകുന്നു സർക്കാരിന്. ഈ വയനാട് ദുരന്തത്തിലേക്ക് മാത്രമായിട്ട് 700 കോടിയിലധികം നമ്മൾ പിരിച്ചു നൽകിയിട്ടുണ്ട്. ഞാനും ജിഷ്ണു ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ വളരെ വേഗം വീടുകൾ വരുന്നു എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് സർക്കാരിൽ നിന്ന് കേൾക്കുന്നു. പക്ഷേ പലപ്പോഴും അവർ വാടക വീടിൽ കഴിയുന്നവരുടെ പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് കൃത്യമായി മാസം കൊടുത്തിരുന്ന തുക കിട്ടിയിരുന്നില്ല എന്നും സഹായവുമായി ബന്ധപ്പെട്ട വീടുകൾ എവിടെയായിരിക്കും എന്നുള്ള ആശങ്ക ഒക്കെ തുടക്കകാലത്തുണ്ടായിരുന്നതാണ്. പിന്നീട് സർക്കാർ ഇവർക്കൊക്കെ ഒരുമിച്ച് താമസിക്കണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു രീതിയിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞു. ശരി, അത് നന്നായി വേഗത്തിലാവുന്നെങ്കിൽ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ 2 കൊല്ലമായി. അപ്പോൾ അതിൽ കുറച്ച് പേർ നമുക്ക് വീട് വേണ്ട, ഞങ്ങളായിട്ട് പോയി നിർമ്മിച്ചോളാം എന്ന് പറഞ്ഞാൽ അവർക്ക് 15 ലക്ഷമാണ് കൊടുത്തത്. ബാക്കിയുള്ളവർക്ക് 700 കോടിയിലധികം കൊടുത്തു എന്ന് ഓർക്കണം. അപ്പോൾ ഈ ബാക്കിയുള്ളവർക്ക് 15 ലക്ഷം എന്നുള്ള കണക്ക്, 15 കൊടുത്താൽ മതി എന്നുള്ള കണക്ക് എങ്ങനെയാണ് സർക്കാർ തീരുമാനിക്കുക എന്നുള്ള അറിയണം. ഒന്ന്, അതിൽ 410 വീടുകളാണ് സർക്കാർ നിർമ്മിച്ച് നൽകുന്നത്. അതിൽ 178 പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് മാർച്ച് 1
താക്കോൽ കൊടുക്കുന്നത്. ആ താക്കോൽ കൊടുക്കുന്ന വലിയൊരു ചടങ്ങായി, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ട് മുമ്പ് വലിയ ചടങ്ങായി തന്നെ എല്ലാവരും തത്സമയം സംപ്രേഷണം ചെയ്തതാണ്. ആ 178 വീട്ടുകാർ ഞങ്ങളിതാ ഉടനെ താമസിക്കാൻ പോവുകയാണെന്ന ആശ്വാസത്തിലായിരുന്നു. വീടുകൾ നമുക്ക് പുറമേ നോക്കിയാൽ എല്ലാം നിർമ്മാണം പൂർത്തിയായ വീടുകൾ തന്നെയാണ്, സൗകര്യങ്ങളുള്ള വീടുകളാണ്, അതിലൊന്നും തർക്കമില്ല. പക്ഷേ അവിടെ വീടിന് എന്താണ് അടിസ്ഥാനപരമായ വെള്ളം, വെളിച്ചം, അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ആയിട്ടില്ല. അതായത് ഇപ്പോഴും, അതായത് കഴിഞ്ഞ ദിവസം വിഷുവാണ്, വിഷു ദിവസവും അവർ വാടക വീട്ടിലാണ്. ഇതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. മാത്രമല്ല അവർക്ക് ദിവസം കൊടുത്തിരുന്ന തുക അതുപോലും ഇപ്പോൾ കിട്ടുന്നില്ല എന്ന പരാതി ഉയർന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നത്തെ ദിവസം ഞാൻ മനസ്സിലാക്കിയൊരു വാർത്ത, ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്ന ആ 178-ൽ 40 എണ്ണം മാത്രമാണ് പൂർണ്ണമായും താമസിക്കാൻ പാകത്തിൽ ആയിരിക്കുന്നത് ഈ നിമിഷം എന്നുള്ളതാണ്. അപ്പോൾ ഇനി എത്ര വൈകും? സർക്കാർ ഇപ്പോൾ കാവൽ സർക്കാരാണല്ലോ, ഇനി എത്ര വൈകും? അപ്പോൾ ആ ചോദ്യം ചോദിച്ചുകൂടെ? ആ ചോദ്യത്തിൽ കുഴപ്പമുണ്ടോ? ആ ചോദ്യം ചോദിക്കുന്നതിന് എന്താണ് മടി? അപ്പോൾ ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട് ദുരന്തത്തിനെ ഒരു തരത്തിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളിതാ ചെയ്യുന്നു, ഞങ്ങളിതാ മുഴുവൻ ചെയ്യുകയാണെന്ന് പറയുമ്പോൾ ഒരുമാതിരി ഒരു ഔദാര്യത്തിൻ്റെ ഭാഷ വരുന്നുണ്ട്. ആ ഭാഷ എനിക്ക് ബുദ്ധിമുട്ടായി തോന്നിയിട്ട് ഞാൻ പലപ്പോഴായി അത് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ചൂടേറിയ ചർച്ചയ്ക്കിടയിൽ അവിടെ ഞാൻ കാണുന്നത് മുഖ്യമന്ത്രി അവിടെ ഇരിക്കുന്നു. മുഖ്യമന്ത്രി ഒരു കാരണവരുടെ പരിവേഷം, അദ്ദേഹം എന്താണ് ബാക്കിയുള്ളവരെയൊക്കെ അനുഗ്രഹിക്കുന്ന ഒരു കാരണവരായി നിൽക്കുന്ന രൂപത്തിൽ, അത് മുഴുവൻ സർക്കാരിൻ്റെ എല്ലാ പ്രതികരണങ്ങളിലും ആ രൂപത്തിലാണ് മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്നത്. അതിൽ ജനറൽ സെക്രട്ടറി, CPM ജനറൽ സെക്രട്ടറി പറയുന്ന ഒരു പിതൃബോധം അല്ലേ, ഒരു പിതൃബോധം, ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് പിതൃബോധമാണോ വേണ്ടത്? അതെനിക്ക് അത്ഭുതം തോന്നി. എങ്ങനെയാണ് അങ്ങനെ പറയാൻ? അപ്പോൾ അങ്ങനെ പറയുന്നതിലേക്ക് ജനറൽ സെക്രട്ടറിക്ക് വരേണ്ടി വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊരു പഴയൊരു തറവാട്ടിലെ ഒരു കാരണവരുടെ അനുഗ്രഹം കാത്ത് നിൽക്കുന്ന കുറച്ച് ഭൃത്യന്മാരും കുറച്ച് അനുചരന്മാരും എന്ന രൂപത്തിൽ, അങ്ങനെ അല്ലാത്തവരോട് കാരണവർ പിണങ്ങും. അങ്ങനെ കാരണവരോട് അധികം ചോദ്യം ചോദിച്ചുകൂടാ, കാരണവരോട് രൂക്ഷമായ ചോദ്യങ്ങൾ ചോദിച്ചുകൂടാ, അത് ശക്തമായ ചോദ്യങ്ങൾ ചോദിച്ചുകൂടാ. അപ്പോൾ കാരണവർ വല്ലാത്ത രോഷത്തിലാകും. അപ്പോൾ മോശം പ്രതികരണങ്ങൾ കാരണവരുടെ ഭാഗത്തുനിന്ന് വരും. അതിലൊരു രാഷ്ട്രീയ ചിത്രത്തരം എന്ന് പറയാം, നിങ്ങളുടെ സൂക്കേട് എന്താണെന്ന് അറിയാം, ഈ രൂപത്തിലുള്ള ഭാഷ വരും. ഇതൊക്കെ വിമർശിക്കണ്ടേ? ഇത് ചോദിച്ചുകൂടെ? അത് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാളാണ്. ഞാൻ അന്ന് സംസാരിച്ചത് അന്ന് ശരിക്കും ഇലക്ഷൻ്റെ 2 ദിവസം മുമ്പാണ് 13 പേർ, ആ ദുരന്തബാധിതരായ 13 പേർ, വീട് കിട്ടിയ 13 പേർ അവിടെ പോയി നന്ദി പ്രകടിപ്പിക്കാൻ പോകുന്നു. വീട് കൂടലിന് പാലുകാശിന് ക്ഷണിക്കാൻ പോകുന്നു എന്ന് പറയും. പാലുകാശ് അവരെപ്പോൾ നടത്തും? അവർക്ക് കറണ്ട് കിട്ടിയോ, വെള്ളം കിട്ടിയോ? അപ്പോൾ അവർക്ക് എന്നാണ് അവർക്ക് കയറി കൂടാനാകുന്ന ദിവസം അവർക്കറിയാമോ? ഇതാരെയാണ് പറ്റിക്കുന്നത്? ആ ചോദ്യം ചോദിക്കുമ്പോൾ ഈ സർക്കാരാണ് നാടകം കളിച്ചെന്ന് ഏത് മനുഷ്യനും കേൾക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ നാടകം കളിച്ചു എന്ന് പറയുമ്പോൾ നാടകത്തിൽ അപ്പോൾ അവരെയും കൂട്ടിയെന്നാണോ പറഞ്ഞത് എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ കാണുന്ന പാർട്ടി ചാനൽ അവിടെ ദുരന്തബാധയെ അവിടെ പോയി ലസിതയുടെ ബൈറ്റ് എടുക്കുന്നു, ലസിത കരയുന്നു. അതെനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയി, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം ഒരു സ്ത്രീ കരയാൻ പാടില്ല. ഞാൻ അവരെ വിളിച്ചു, അവരോട് സംസാരിച്ചു, അവരും കരഞ്ഞു, ഞാനും കരഞ്ഞു. കാരണം എന്നെ അവർ ഉദ്ദേശിച്ചിട്ടേ ഇല്ല, അവർക്കത് അറിയില്ല. അവരെ സംബന്ധിച്ച് ആ 3 മക്കൾ പോയ വിഷമോ, അവർക്കെല്ലാം നഷ്ടപ്പെട്ട വിഷമോ, അവർക്ക് വീട് കിട്ടുന്നു, അവർക്ക് വിവാദങ്ങൾ താല്പര്യമില്ല. സ്വാഭാവികമാണെന്നേ ഈ പോയ 13 പേർക്കും അതെ വിവാദങ്ങളിൽ താല്പര്യമില്ല. അവർക്ക് എത്രയും വേഗം അവർക്കൊരു പഴയ അവസ്ഥയിലല്ലെങ്കിലും ഒരു വീട് കിട്ടുക എന്നുള്ളതല്ലേ അവരെ സംബന്ധിച്ച്. അവരെന്തെങ്കിലും തിരിച്ചു പറയുമോ? എന്തെങ്കിലും സർക്കാരിനെതിരെ പറയുമോ? അവർ സർക്കാരിനെതിരെ പറയണമെന്നല്ലേ ഞാൻ പറയുന്നത്. പറയാൻ അവർക്ക് ധൈര്യമില്ലെന്നേ. ആ രൂപത്തിലാണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്ന രൂപത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാനതിൽ നാടകം എന്നുള്ള വാക്കിൽ ഉറച്ചു നിൽക്കുന്നത്. ഞാൻ സർക്കാരിൻ്റെ നാടകം അല്ലെങ്കിൽ CPMൻ്റെ നാടകം എന്ന് തന്നെയാണ് ഞാൻ പറയുക. ഞാൻ അത് ദുരന്തബാധിതരെ അധിക്ഷേപിച്ചിട്ടില്ല എന്ന് ആ ദുരന്തബാധിതർക്കറിയാം. അതിൽ നിന്ന് ചിലരെ തിരഞ്ഞു പിടിച്ച് അവരുടെ ബൈറ്റ് എടുപ്പിച്ച് ആ രൂപത്തിൽ വ്യാഖ്യാനിച്ചത് കൊണ്ടുവരുന്നു. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ അറിയാം, ഏത് രൂപത്തിലേക്ക് അത് കടന്നു പോയതെന്ന്. അപ്പോൾ ഇതിലൊന്നും സർക്കാരോ CPM അതിൻ്റെ ഭാഗമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കണ്ണടയ്ക്കുന്നു. എവിടെയൊക്കെ പ്രതികരിക്കണം എന്നുള്ളതും എവിടെയൊക്കെയാണ് അവൾക്കൊപ്പം നിൽക്കേണ്ടത് എന്നുള്ളതിലും കൃത്യമായി ഒരു തീരുമാനം അവർക്കുണ്ടെന്നുള്ളതാണ്. ഈ അധിക്ഷേപങ്ങൾക്കെല്ലാം അടിസ്ഥാനമായി പറയുന്നൊരു കാരണം, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നാടകം എന്ന വാക്ക് ഉപയോഗിച്ചു, ആ വാക്ക് അതിന് പകരം മറ്റൊന്ന് ഉപയോഗിക്കാമായിരുന്നില്ല എന്നുള്ള തരത്തിലുള്ള ചർച്ചയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ആ വാക്ക് ഉപയോഗിക്കണമായിരുന്നോ എന്ന ചോദ്യമുണ്ട്. അതിനൊപ്പം ചേർന്ന് ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മാപ്പ് പറയാത്തത് എന്താണ് എന്നുള്ള ചോദ്യമുണ്ട്. അതായത് ഈ ദുരന്തബാധിതരോട് എന്തുകൊണ്ട് സ്മൃതി പരുത്തിക്കാട് മാപ്പ് പറയുന്നില്ല എന്ന ചോദ്യമുണ്ട്. ദുരന്തബാധിതരെ ഞാൻ അപമാനിച്ചാലല്ലേ അവരോട് മാപ്പ് പറയണ്ടു? ഞാൻ അന്ന് സംസാരിക്കുമ്പോഴും നമ്മുടെ മീഡിയ നമ്മളൊന്നും വലിയ ആൾക്കാരൊന്നും ആയിട്ടല്ല കേട്ടോ. നമ്മൾ ഈ പരിപാടികളുടെ സ്വഭാവം കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നത്. ഉടനെ അഭിസംബോധന ചെയ്യുകയാണവർ എന്ന് പറഞ്ഞ് പുച്ഛിച്ച് ചില ബുദ്ധിജീവികളുമുണ്ട്. പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഞാൻ അവരോടാണ് സംസാരിച്ചത്, എനിക്ക് അവരോടേ പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. അവർക്കൊന്നും തോന്നേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളെയല്ല പറഞ്ഞതെന്ന് ഞാൻ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവേണ്ടവർക്ക് ബോധ്യമായിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന ഒരൊറ്റ ആളുടെ ബൈറ്റ് എടുത്തുകൊണ്ട് മോശമാക്കിയപ്പോൾ ഞാൻ അവരോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് എന്നോട് പിണക്കമില്ല. പിന്നെ ഞാൻ ആരോട് മാപ്പ് പറയണം? ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഉണ്ടായ ഇതിൻ്റെ വലിയൊരു എക്സ്ട്രീം എന്ന് പറയുന്നത് അച്ഛനെ കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള
വിമർശനങ്ങൾ, അധിക്ഷേപങ്ങൾ വിമർശനമല്ല, അധിക്ഷേപങ്ങൾ അതിശക്തമായ അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്നു. അതായത് അത് ഒരു നിലവിട്ട് ഒരു കള്ളം പ്രചരിപ്പിക്കുന്ന തരത്തിലേക്ക് വരെ അത് എത്തുന്നു എന്നുള്ളതാണ്. അതായത് സിദ്ധാർത്ഥൻ പരുത്തിക്കാട് എന്ന് പറയുന്ന ദേശാഭിമാനിയുടെ അസിസ്റ്റന്റ് എഡിറ്റർ ആയിരുന്ന വ്യക്തി ദേശാഭിമാനിയിൽ നിന്നും പുറത്താക്കപ്പെടുകയാണ്, ഒരു സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ടതാണ് എന്ന തരത്തിൽ വ്യാപകമായ പ്രചാരണം നടക്കുന്നു. കഴിഞ്ഞ ദിവസം PM മനോജ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ തിരുത്തുന്നുണ്ട്. അത് വലിയ തിരിച്ചടിയുമാകുന്നുണ്ട്. ഈ പറയുന്ന സൈബർ സംഘങ്ങൾക്ക് അത് തിരിച്ചടിയാവുന്നുണ്ട്. ഇപ്പോൾ സിദ്ധാർത്ഥൻ പരുത്തിക്കാടിനെ ഇതിലേക്ക് കൊണ്ടുവരുന്ന നോക്കൂ, നേരത്തെ തന്നെ സ്മൃതി പരുത്തിക്കാടുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെല്ലാം സിദ്ധാർത്ഥൻ പരുത്തിക്കാട് കൂടി കടന്നു വരുന്നത് നമ്മൾ കാണാറുണ്ട്. അത്തരത്തിൽ കണക്ട് ചെയ്യുന്നതും അദ്ദേഹത്തെ കൂടി അവഹേളിക്കുന്നതുമായ ഒരു സാഹചര്യത്തിലേക്ക് ഇത് കടന്നല്ലോ. അതിനെങ്ങനെയാണ് കാണുന്നത്? ഉറപ്പായിട്ടും വിഷമം ഉണ്ടാവുമല്ലോ. ഇത് ഇപ്പം മാത്രമല്ല, നേരത്തെയും എൻ്റെ അച്ഛനെതിരെ മോശമായി പരാമർശങ്ങൾ വരാറുണ്ട്. CPM സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയുള്ളത്, CPM ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് വരുന്ന ഒരു വിമർശനം, BJP നിന്ന് വരുന്ന വിമർശനം CPM അതത്ര പ്രശ്നമല്ല. അതായത് CPM ഭാഗമായി നിന്ന് അതിൽ നിന്ന് അകന്നു പോയവർ വിമർശിക്കുമ്പോൾ അവർക്ക് കൊള്ളും, വല്ലാതെ പൊള്ളും. അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. എൻ്റെ അച്ഛൻ ദേശാഭിമാനിയിൽ നിന്നും കൃത്യമായി ജോലി ചെയ്ത് അതിനുശേഷം റിട്ടയറായി പോയ മനുഷ്യനാണ്. അദ്ദേഹം അതിനുശേഷം പാർട്ടിയോട് അകലം പാലിച്ചു എന്നുള്ള സത്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ ടെനറിൻ്റെ അവസാന കാലമായപ്പോഴേ തന്നെ അദ്ദേഹം അത് പ്രകടമാക്കിയിട്ടുള്ളത്. അദ്ദേഹം MN വിജയനുമായി അടുത്ത് നിന്ന വ്യക്തിയാണ്. വിജയമാഷോട് പാർട്ടി എങ്ങനെയാണ് അവസാനം പെരുമാറിയെന്ന് നമുക്കറിയാവുന്നതാണ്. ആ ഘട്ടത്തിൽ തന്നെ പാർട്ടിയോട് അകന്നിട്ടുണ്ട്. പിന്നെ എഴുത്തുകാർ, ഇപ്പോൾ വലിയ എഴുത്തുകാരായ VR സുധീഷ് ആകട്ടെ, സന്തോഷ് കുമാർ ആകട്ടെ, ഇപ്പോൾ ജീവനോടെയില്ല TV കൊച്ചുബാവയാവട്ടെ, ഇവരൊക്കെ അച്ഛനെ പറ്റി പറഞ്ഞിട്ടുള്ളതും നേരിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. എൻ്റെ അനുഭവമുണ്ട്. എഴുത്തുകാരൊക്കെ ഞാൻ ഇന്നും കണ്ടിട്ടുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ, എൻ്റെ ചെറുപ്പകാലത്തിൽ അങ്ങനെയായിരുന്നു. ഇപ്പോൾ കുറേ പേരെങ്കിലും ഇതൊക്കെ കണ്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ട്. ആ പ്രതികരണങ്ങൾ വന്നു. ഇപ്പോൾ OP സുരേഷാണ് ആദ്യം പ്രതികരിച്ചത്. OP സുരേഷ് ദേശാഭിമാനിയുടെ മാനേജറാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, കോഴിക്കോട് യൂണിറ്റിൻ്റെ. അദ്ദേഹം പക്ഷേ അന്നും ഈ മാനേജ്മെൻറ്റ് വിഭാഗത്തിലാണ് പണിയെടുക്കുന്നത്. അത് കവിതയൊക്കെ എഴുതുമായിരുന്നു. അങ്ങനെ അച്ഛനുമായിട്ട് അങ്ങനെ പേഴ്സണൽ അടുപ്പമുണ്ട്. അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് PM മനോജിന് പോലും അത് ഒരു തിരുത്തിക്കൊണ്ടുള്ള പ്രതികരണം നടത്തേണ്ടി വന്നത്. ഈ പ്രതികരണങ്ങൾ നടത്തുന്ന ആരാണ്? ഇവർക്കൊന്നും ദേശാഭിമാനിയായിട്ടും ബന്ധമില്ല, പാർട്ടിയുമായിട്ടും ബന്ധമില്ല. ഏതൊക്കെയോ ചാവേറുകളായി പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകളാണ്. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, CPM പറഞ്ഞ് ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നൊരു അഭിപ്രായം എനിക്കില്ല കേട്ടോ. പക്ഷേ ഇത് കണ്ടാലും നിയന്ത്രിക്കില്ല. അതങ്ങനെ പോട്ടെ, ഇത് ഞങ്ങൾ ചെയ്യാത്ത ഇവരങ്ങ് ചെയ്യട്ടെ എന്ന രൂപത്തിൽ മാറി നിൽക്കുന്നത്. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് ഒരൊറ്റ വനിതാ നേതാവ്, ഒരു സിംഗിൾ മെസ്സേജ് എനിക്ക് ഒരു വനിതാ നേതാവിൽ നിന്ന് വന്നില്ല എന്നുള്ളത്. ഇന്നലെ വൈകിട്ട് എനിക്ക് ഒരു നേതാവിൻ്റെ ഭാര്യയുടെ മെസ്സേജ് എനിക്ക് പേഴ്സണലായി മെസ്സഞ്ചറിൽ വന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞു, എനിക്ക് ആദ്യമായിട്ട് വന്ന മെസ്സേജാണ് കേട്ടോ. ഞാൻ അവരുടെ പേര് പറയാത്ത എന്താണെന്നറിയോ? ഞാൻ അവരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്കത് കുഴപ്പമാവും. കാരണം എന്നെ പിന്തുണച്ചു എന്ന് പറഞ്ഞാൽ അവർക്കത് കുഴപ്പമാവുന്നുള്ളതുകൊണ്ട് ഞാൻ അവരുടെ പേര് പറയുന്നില്ല. ഞാനത് നന്ദിയോടെ ഓർക്കുന്നു ആ പ്രതികരണത്തിൽ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ രാത്രിയായപ്പോഴത്തേക്കും കുറച്ച് പേരെങ്കിലും ഒക്കെ പോസ്റ്ററുകൾ ഇടാൻ തുടങ്ങി. നമ്മൾക്കിപ്പോൾ ഇവർ എല്ലാവരും പിന്തുണച്ച് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരണം എന്നൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞ ഒരു സ്ത്രീപക്ഷ നിലപാടുണ്ട് എന്ന് പറയുന്നവർ ആ സ്ത്രീപക്ഷ നിലപാട് ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നവരാകണം, ഞങ്ങളുടെ എതിർഭാഗത്ത് നിൽക്കുക, അല്ലെങ്കിൽ ഞങ്ങളെ വിമർശിക്കുന്നവരാവരുത് എന്ന നിലയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് മാത്രമേ എനിക്ക് ഒരു വിഷമം തോന്നിയിട്ടുള്ളൂ. ഇപ്പോൾ ഈ സിദ്ധാർത്ഥൻ പരുത്തിക്കാടിനെ പറ്റി പറയുമ്പോൾ തന്നെ PM മനോജ് പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം പിന്നെ പാർട്ടി അംഗത്വം പുതുക്കിയില്ല. ശേഷം അദ്ദേഹം പാർട്ടി വിരുദ്ധർക്കൊപ്പമായിരുന്നു സഹവാസം എന്നുകൂടി ഒരു പരാമർശം നടത്തുന്നുണ്ട്. പാർട്ടി വിരുദ്ധം എന്ന് വെച്ചാൽ നേരത്തെ തന്നെ പാർട്ടിയിൽ നിന്ന് പോയ കുറേ എന്തായാലും പറയാം, വിജയമാഷുമായി അടുത്ത് നിന്ന ആൾക്കാർ, ഇപ്പോൾ ഡോക്ടർ ആസാദ് ഉണ്ട്, അപ്പുക്കുട്ടൻ വള്ളിക്കുന്നൊക്കെ അച്ഛൻ്റെ ചെറുപ്പം മുതലുള്ള സുഹൃത്താണ്. അതൊക്കെ ഏത് കാലത്തുള്ള ബന്ധമാണ്? അതൊക്കെ എല്ലാ കാലത്തും ഉണ്ടാവില്ലേ? ഇതൊക്കെ സഹവാസം കൊണ്ട് ഈ പാർട്ടിക്കെതിരെ എവിടെയെങ്കിലും പ്രതികരണം നടത്തുകയോ പ്രസംഗിക്കാൻ പോവുകയോ ഒന്നും അച്ഛൻ ചെയ്തിട്ടില്ല. ഈ 2-3 വർഷങ്ങൾക്ക് മുമ്പാണ് സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം അച്ഛന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ അങ്ങനെ ഒരു പ്രതികരണത്തിനൊന്നും പോയിട്ടില്ല. ഞാൻ പറയുന്നത്, എന്തിനാണ് ഇങ്ങനെ പ്രായമായി 80 വയസ്സ് കഴിഞ്ഞൊരു മനുഷ്യനെ എന്തിനാണ് ഇതിലേക്ക് വലിച്ചേക്കുക? എന്നെ പറയാനുള്ളത് എന്നോട് പറയുക. ഇല്ലാത്ത കഥകൾ പറയുമ്പോൾ അതിനെ എതിർത്ത് ഇപ്പോൾ പ്രതികരിക്കാൻ PM മനോജ് വന്നു എന്നുള്ളത് വലിയ സന്തോഷം, നന്ദിയുണ്ട്. ഇപ്പോൾ നേരത്തെ തന്നെ മുൻപ് വർക്ക് ചെയ്ത സ്ഥാപനങ്ങളിലൊക്കെയുള്ള സമയത്തും ഇത്തരത്തിലുള്ള അതിശക്തമായ അധിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പരിധി കടന്ന അധിക്ഷേപങ്ങൾ ഉണ്ടാവുകയും അത് പരാതികളാവുകയും കേസായി ഇപ്പോഴും തുടരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തപ്പോഴുണ്ടായ കേസുകളെല്ലാം തുടരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ റിപ്പോർട്ടർ TVയും കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്, DGPക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ പരാതികൾ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നുണ്ടോ? എന്തെങ്കിലും തരത്തിൽ പുരോഗതി ഉണ്ടാകുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അതിൽ ഒരു പുരോഗതിയില്ല. അത് ഭയങ്കര രസമാണ്. ഇപ്പം ഞാൻ മീഡിയ വണ്ണിലായിരിക്കുന്ന സമയത്താണ് ഒരു BJP പ്രവർത്തകൻ ഒരു മോശം പരാമർശം നടത്തി. ഞാൻ അയാളെ കേസ് കൊടുത്തു, അത് കോടതിയിലെത്തി. കോടതിയിൽ ഞാൻ അയാളെ നേർക്കുനേർ കാണുകയും ചെയ്തു. അതൊരു ഘട്ടം വരെ എത്തിയിട്ട് അതിനി നീളുമായിരിക്കും. അതല്ലാതെ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം തന്നെ, റിപ്പോർട്ടിൽ വന്നതിന് ശേഷം 2-3 പരാതികൾ മുമ്പും കൊടുത്തിട്ടുണ്ട്. ഒരു അനക്കവും ഉണ്ടായിട്ടില്ല.
ഇടയ്ക്ക് എന്തൊക്കെയോ അന്വേഷിച്ച്, അതായത് നമ്മൾ ആദ്യം കൊടുത്ത കാര്യങ്ങൾ തന്നെ വീണ്ടും ചോദിക്കും. അതിൻ്റെ വീഡിയോ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് രണ്ടാമത് വിളിക്കുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് വിട്ടേക്ക്, എനിക്ക് ഇനി മടുത്തു എന്ന് പറഞ്ഞു. ഇതിലും എനിക്ക് പുരോഗതിയൊന്നും ഉണ്ടാകുന്നു യാതൊരു പ്രതീക്ഷയില്ല. പക്ഷേ നമ്മൾ കേസ് കൊടുക്കണമല്ലോ, നമ്മളങ്ങനെ മിണ്ടാതിരിക്കുന്നു എന്ന് തോന്നരുത് എന്നുള്ളത് കൊണ്ട് മാത്രം കൊടുക്കുകയാണ്. അതേസമയം മുഖ്യമന്ത്രിയുടെ പോസ്റ്റിന് താഴെ സ്വർണ്ണക്കള്ളൻ എഴുതിയ 19-കാരനെ എത്ര വേഗമാണ് അറസ്റ്റ് ചെയ്ത്. അപ്പോൾ ആളെ വേഗം കണ്ടെത്താൻ പറ്റും. ഇതിപ്പോൾ ആൾക്കാരെ കണ്ടെത്താൻ പറ്റില്ല. അതാണ് പ്രശ്നം. ഇപ്പോൾ 2 പേരുകൾ കൂടി മെൻഷൻ ചെയ്തിട്ടാണ് പരാതി നൽകിയത്. ഒന്ന് അർജുൻ ആയങ്കിയാണ്, പിന്നെ വൈശാഖൻ, ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലൊക്കെ ഉണ്ടായിരുന്ന വൈശാഖനാണ്. ഈ 2 പേരും, ഇതിൽ വൈശാഖൻ നേരിട്ട് ഫേസ്ബുക്കിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ കോടതി കാണാം എന്നൊക്കെയുള്ള വെല്ലുവിളിയൊക്കെ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ ഇപ്പോഴത്തെ ഇടതുപക്ഷ സൈബർ അണികൾ എവിടെയാണ് അധിക്ഷേപം നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന നിഷ്കളങ്കമായ ഒരു സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. അതായത് അധിക്ഷേപം എവിടെ, വിമർശനം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അധിക്ഷേപിച്ച ഒരു ഉദാഹരണമെങ്കിലും നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങളിലേക്കാണ് ഇവർ പോകുന്നത്. പക്ഷേ അധിക്ഷേപിച്ചുകൊണ്ടുള്ള നിരവധി പോസ്റ്റുകളും നിരവധി സ്ക്രീൻഷോട്ടുകളും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയും ചെയ്യാണ്. അപ്പോൾ ഇവർ നിർവചിക്കുന്നതാണ് അധിക്ഷേപം, ഇവർ നിർവചിക്കുന്നതാണ് സ്ത്രീ വിരുദ്ധത എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. ഇത് യഥാർത്ഥത്തിൽ ഇപ്പം നമ്മളിപ്പം ഈ മീഡിയ എഡിറ്റേഴ്സ് സംസാരിക്കുമ്പോൾ, ഒരു പ്രതിപക്ഷ സ്വരത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ പലപ്പോഴും പ്രതിപക്ഷ നേതാവ് എടുക്കുന്ന നിലപാടുകൾ ഒരു ശരിയായ നിലപാടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില ഘട്ടങ്ങളിൽ. അപ്പോൾ ഞാൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ എന്ന് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു വഴിയുണ്ട്, വന്ന വഴി ആലോചിക്കണം. അത് കുറച്ചു കാലങ്ങളായ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരുന്നപ്പോൾ പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്വരമായി ഞാൻ സംസാരിക്കുകയാണെന്ന രൂപത്തിലുള്ള പോസ്റ്റുകൾ വരാൻ തുടങ്ങി. പിന്നെ അതിൽ ഇരട്ടപ്പേര് വെച്ചിട്ടുള്ള പോസ്റ്റുകൾ വരാൻ തുടങ്ങി. അതിനൊരു തുടർച്ചയുണ്ടായി. ഇപ്പോൾ സ്ഥിരമായി അത് പ്രയോഗിക്കാൻ തുടങ്ങി. അതിനുശേഷം പിന്നെ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നടത്തുന്ന ഡിബേറ്റുകളിലെത്തുന്ന CPM പ്രതിനിധികൾ ബോധപൂർവം ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾക്കെന്താണ് പ്രതിപക്ഷ നേതാവിനെ പറയുമ്പോൾ ഇത്ര പൊള്ളുന്നത്? അതത്ര നിഷ്കളങ്കമായി ചോദിക്കുന്നതല്ലാതെ എനിക്ക് വളരെ വ്യക്തമാണ്. 2-3 പ്രാവശ്യം പെട്ടെന്ന് ഞാൻ വൈകാരികമായി പ്രതികരിച്ചിട്ടുണ്ട്. 2-3 തവണ അത് തുടരും. അപ്പോൾ അതങ്ങനെയുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം അവിടെ നടത്തുന്നുണ്ട്. അതങ്ങനെ തുടരുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കാര്യമാണ് ഇപ്പോൾ അർജുൻ ആയങ്കിയുടെ പോസ്റ്റ് ആയത്. ഞാൻ എന്തിനാണ് അത് പറയുന്നത്? അത്രയും വൃത്തികെട്ട ഒരു പോസ്റ്റിനെ കുറിച്ച് ഞാൻ എന്തിനാ പറയണം? പിന്നെ ഒരു ആശ ആഗി എന്ന് പറഞ്ഞിട്ട് മന്ത്രി വീണ ജോർജിൻ്റെ പടം DP ആക്കിക്കൊണ്ട് ഒരു ഫേക്ക് ID ഉണ്ട്. അതിൽ നിന്നും ഇതുപോലത്തെ വല്ലാത്ത അസഭ്യ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ നമ്മുടെ മുന്നിൽ നടക്കുന്ന കാര്യം. ഇത് ഞാനെടുത്ത് കാണിക്കണമെന്നാണ് ഉദ്ദേശിച്ചത്. ഇവിടെ കാണുന്നില്ല എന്ന് പറയുന്നത്, കാണണ്ട എന്ന് ഉദ്ദേശിക്കുന്നവർ ഒരിക്കലും കാണാൻ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമ്മളെ ഒരു കളത്തിലിട്ടുകൊണ്ട് നമ്മളെ അപമാനിച്ച് അങ്ങ് ഇല്ലാതാക്കാമെന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇത്തരം പ്രതികരണങ്ങൾ വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ വനിതാ മാധ്യമ പ്രവർത്തകരെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ, ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും കൈകാര്യം ചെയ്യുന്നൊരു രീതിയുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ചില ഇരട്ട പേരുകളിടുക, അല്ലെങ്കിൽ വളരെ മോശമായി അധിക്ഷേപിക്കുക. ഒരിക്കലും ഒരു പുരുഷനായ മാധ്യമപ്രവർത്തകന് ഒരുപക്ഷെ നേരിടേണ്ടി വരാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുക, തുടരുക എന്ന് പറയുന്നത് ഇത് എളുപ്പമുള്ള കാര്യമല്ലല്ലോ. ഇത് നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പേഴ്സണൽ ലൈഫിനെ ബാധിക്കും, നമ്മളെ പൂർണ്ണമായും ബാധിക്കുന്ന തരത്തിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ ഈ തൊഴിലിൽ തുടരുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ചലഞ്ചായി മാറിയ ഒരു സാഹചര്യമില്ലേ? ഉറപ്പായിട്ടും. ഇതിപ്പം ഇങ്ങനെ മാത്രമല്ല, ഓരോ തവണയും ഏത് സ്ത്രീകളായാലും അവനവൻ്റെ ജോലിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പലതരത്തിലുള്ള സ്ട്രഗിളുകൾ ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാത്രി ഇപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞ് നമ്മളൊന്ന് കിടക്കാമെന്ന് ആലോചിക്കുമ്പോൾ ചിലർ ഈ മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യും, കണ്ടിരുന്നോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ പിന്നെ അതിന്മേലാണ് ആലോചന ഉണ്ടാവുക. ഉറപ്പായിട്ടും നമ്മളെ ബാധിക്കുമല്ലോ. എനിക്കെതിരെ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ബാധിക്കാറൊന്നുമില്ല. പക്ഷേ ഇതിപ്പോൾ ഇത്തവണ വന്ന കാര്യങ്ങൾ കുറച്ച് എല്ലാ പരിധിയും കടന്നു പോകുന്ന ഒരു കാര്യങ്ങളായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി. പിന്നെ മാത്രമല്ല, എൻ്റെ അച്ഛനെയൊക്കെ ഉൾപ്പെടുത്തി പറയുന്ന കാര്യം നമ്മൾ സ്വാഭാവികമായും നമ്മുടെ മകനെയൊക്കെ ബാധിക്കുമല്ലോ. അവന് പ്രശ്നങ്ങളുണ്ടായി, അതെന്നെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അത് കുറച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ വഴിക്ക് ഞങ്ങൾ പോട്ടെ, ഞാൻ നോക്കാറുമില്ല. ഈ പറയുന്ന അതിൽ യൂട്യൂബിലായാലും അടിയിൽ വരുന്ന കമൻറ്റുകളൊന്നും ഞാൻ വായിക്കാറില്ല. പറഞ്ഞു കേട്ടുകയും ചിലർ നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഇങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നത്. ഇപ്പോൾ സ്മൃതി പരുത്തിക്കാടിനെ ടാഗ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഒരു കോൺഗ്രസ് പക്ഷം പിടിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ VD സതീശന് വേണ്ടി വാദിക്കുന്ന ഒരാൾ എന്നൊക്കെയുള്ളതാണ്. ഇപ്പോൾ ഇനി ഒരു ഭരണം വരാനിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇത്തരം ചർച്ചകളിൽ മാധ്യമപ്രവർത്തകർ എടുക്കുന്ന സ്റ്റാൻഡ് അത് വിഷയാധിഷ്ഠിതമായിരിക്കണമെന്നുള്ളതാണോ ശരിക്കും നമ്മൾ കൺസീവ് ചെയ്യുന്ന? അങ്ങനെയാണല്ലോ. അതിനപ്പുറത്തേക്ക് നാളെ ഒരു കോൺഗ്രസ് ഭരണകൂടം വരികയാണെങ്കിൽ സ്മൃതി പരുത്തിക്കാട് ഒരു ഭരണകൂട
ത്തിന് അനുകൂലമായി നിൽക്കുന്നൊരു ജേർണലിസ്റ്റ് ആയിരിക്കും എന്ന തരത്തിൽ ഒരു നെറേറ്റീവ് ബിൽഡ് ചെയ്താൽ അതിൽ നിൽക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു നെറേറ്റീവിനകത്ത് നിൽക്കുന്നതാണോ സ്വന്തം നിലയ്ക്ക് മാധ്യമപ്രവർത്തനം? ഒരിക്കലും അല്ല. ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല, ഇനിയും അങ്ങനെ ആയിരിക്കില്ല എന്നുള്ളതാണ്. ഒരു സർക്കാർ വന്നാൽ സർക്കാരിനെ പ്രതീക്ഷയോടെയാണ് നമ്മൾ നോക്കുക, സർക്കാർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണെങ്കിൽ കുറേ കാര്യങ്ങൾ പരിശോധിച്ച് ഒരു തരത്തിൽ പഠനം നടത്തിയാണ് മുന്നോട്ട് വന്നിരിക്കുന്നതാണ് പറയുന്നത്. അദ്ദേഹമാണോ മുഖ്യമന്ത്രിയാണെന്ന് നമുക്കറിയില്ല. മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാക്കുമെന്ന് നമ്മൾ നോക്കും. അങ്ങനെയല്ല എങ്കിൽ ഉറപ്പായിട്ടും വിമർശിക്കുമല്ലോ. അങ്ങനെയാണല്ലോ മാധ്യമപ്രവർത്തനം മുന്നോട്ട് പോകും. ഒന്നാമത്തെ മാധ്യമപ്രവർത്തകർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്താണ്? ഒന്നാമത് സഹാനുഭൂതി വേണം, മനുഷ്യത്വം വേണം, അല്ലേ, ജനാധിപത്യ ബോധം വേണം. പിന്നെ എന്താണ് ഏറ്റവും ആദ്യമായിട്ട് മതേതര നിലപാട് വേണം. ഈ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള കാര്യമാണ് എൻ്റെ നിലപാട്. അങ്ങനെ തന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ മറ്റൊരു വിവാദം കൂടി ഇതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ മറ്റൊരു ആരോപണം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ കെ രാഗേഷ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് അവിടുന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ദിവ്യ എസ് അയ്യർ, IAS ഓഫീസറായ ദിവ്യ എസ് അയ്യർ ഇട്ടൊരു പോസ്റ്റ് പിന്നീട് ഭയങ്കരമായി വൈറലാവുകയും ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെടുകയും വലിയ അറ്റാക്ക് അവർക്കെതിരെ ഉണ്ടാവുകയും വിമർശനങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. ആ സമയത്ത് ഈ മീറ്റ് ദ എഡിറ്റേഴ്സിൽ നടത്തിയൊരു പരാമർശം ഇപ്പോൾ വീണ്ടും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ എന്താ പറയുക, സൈബർ അറ്റാക്കൊക്കെ എല്ലാവരും നേരിടുന്നതാണ് എന്ന തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുണ്ട് സ്മൃതി പരുത്തിക്കാട്. ആ പറഞ്ഞ ആൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും സൈബർ അറ്റാക്കിനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ കൂടി ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ്? എനിക്കറിയില്ല, അത് എനിക്കൊന്ന് വാചകം അടർത്തി പറയുന്നതായിരിക്കും. മുഴുവൻ പറഞ്ഞതിൽ നിന്നും ഒരു വരി മാത്രം അടർത്തി പറയുന്നതായിരിക്കാം. സൈബർ അറ്റാക്കുമായി ബന്ധപ്പെട്ട കാര്യമല്ല നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നത്. അതിൻ്റെ തുടർച്ചയായി വന്ന ഒരു വാചകം മാത്രം എടുത്തിട്ട് ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഈ നാടകം എന്നതിനും അതാണ് സംഭവിച്ചിരിക്കുന്നത്. ആ വിഷയം എനിക്ക് ഓർമ്മയില്ല. ദിവ്യയുമായി ബന്ധപ്പെട്ട് ഒരുപാട് മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. സർക്കാരുമായി അനുകൂലമായ നിലപാടെടുക്കുന്നു, അപ്പുറത്ത് ശബരിനാഥ് നിൽക്കുന്നു എന്നുള്ള ചർച്ചയല്ലേ. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകാം. സ്ത്രീകൾ വിമർശനത്തിന് അതീതരാണെന്നൊന്നുമില്ല കേട്ടോ, അങ്ങനെ ഒരു അഭിപ്രായമേ എനിക്കില്ല. ഇപ്പോൾ ആസ് എ മാധ്യമപ്രവർത്തക എന്നെ വിമർശിക്കാം. ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കൾക്ക് പറയാനുള്ള ഒരു തെറ്റുമില്ല. നമ്മൾ തിരിച്ചു അത് തന്നെയാണ് ചെയ്യുന്നത്. വിമർശനം സ്ത്രീകളോട് പാടില്ല എന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ അതിനെ പരിധി വിടുമ്പോഴാണ് സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് ഏത് രൂപത്തിലാണ്. സൈബർ ഇടത്തിൽ നമ്മളെ വിമർശിക്കുന്നതിനൊരു കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ പരിഹാസമായിരിക്കാം, ചിലപ്പോൾ ട്രോളുകളായിരിക്കാം. കുറേയൊക്കെ നമ്മളത് നടക്കട്ടെ എന്ന് പറഞ്ഞ് ചിരിച്ച് കാണുന്ന കാര്യങ്ങളാണ്. അതിലപ്പുറമുള്ള മോശം പരാമർശത്തെ ഒരിക്കലും ഞാൻ അനുകൂലിച്ചിട്ടുണ്ടാവില്ല. ഞാൻ കൃത്യമായ സംഭവം എന്താണ് ഞാൻ ഓർക്കുന്നില്ല. അത് ഈ ഒരു പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് ആണല്ലോ. അതായത് കെ രാഗേഷ് ഒരു ജില്ലാ സെക്രട്ടറി എന്ന പൊളിറ്റിക്കൽ പോസ്റ്റിംഗിലേക്ക് പോകുമ്പോൾ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥ ചെയ്യേണ്ട കാര്യമില്ല തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിനെ ഞാൻ ആ രൂപത്തിലാണ് കാണുന്നുള്ളൂ. താങ്കളുടെ ഒരു ജീവിത പരിസരം നിരീക്ഷിച്ചാൽ അത് പൂർണ്ണമായ ഒരു ഇടതുപക്ഷ പരിസരത്ത് ജീവിച്ചു വന്ന ഒരാളാണ്. കരിയർ തുടങ്ങിയതാണെങ്കിലും ദേശാഭിമാനി, കൈരളി പോലെയുള്ള ഈ സ്ഥാപനങ്ങളിലൂടെയാണ് കരിയർ തുടങ്ങുന്നത്. അതിനുശേഷവും എടുക്കുന്ന നിലപാടുകൾ ഇടതുപക്ഷമാണ് എന്ന് തന്നെയാണ് ഉറച്ചു പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വിമർശനം നേരിടുന്നത് ഇതാണ്: കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നെറേറ്റീവിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളത്. ഇടതുപക്ഷത്തെക്കുറിച്ച് എന്താണ് നിലപാട്? എങ്ങനെയാണ് ഇപ്പോഴും ഇടതുപക്ഷമായി നിൽക്കുന്നത്? ഇടതുപക്ഷത്തെ എങ്ങനെയാണ് നിർവചിക്കുന്നത്? ഇടതുപക്ഷം എന്നുള്ളത് യഥാർത്ഥ ഇടതുപക്ഷം നല്ല ഇടതുപക്ഷമാണല്ലോ. അതല്ലേ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം. അപ്പോൾ ഇടതുപക്ഷം എന്നുള്ളതാണ് നല്ല പക്ഷം എന്നുള്ളതാണ് കോൺഗ്രസ്സുകാർ പോലും അംഗീകരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇടതുപക്ഷ നിലപാടിൽ നിന്ന് CPM പിന്നാക്കം പോകുന്നു എന്നുള്ളതാണ് CPMനെ വിമർശിക്കാനുള്ള ഒരു കാരണം. എൻ്റെ ഇടതുപക്ഷ ബാക്ക്ഗ്രൗണ്ടാണ്. എൻ്റെ അമ്മ മുംബൈയിലായിരുന്നു പഠിച്ചതും ജോലി ചെയ്തതൊക്കെ. അവിടെ ഗോദാവരി പല്ലേക്കിലൊപ്പം അഹല്യ രംഗനൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് എൻ്റെ അമ്മ. ആക്ടിവിസ്റ്റായിരുന്നു. എൻ്റെ അച്ഛനായാലും CPM പാർട്ടി EMS പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്ത് പറയുമ്പോഴും പറയാം. EMS പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുക. എൻ്റെ വീട്ടിലെ ജീവിതം, ഞാനൊരു ഡിഗ്രി വരെ എൻ്റെ കാതും ഒന്നും കുത്തിയിട്ടില്ല, സ്വർണ്ണം ഇടാൻ സമ്മതിക്കില്ലായിരുന്നു. ഞാൻ ബഹളം വെച്ചിട്ടാണ് ഞാൻ ഡിഗ്രി ആയപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം നിലയ്ക്ക് പോയി ചെയ്തതാണ്. ഒരു മാസം എന്നോട് അച്ഛൻ മിണ്ടിയിട്ടില്ല. ഇതൊക്കെയാണ് പാർട്ടി ജീവിതം എന്നാണ് പറഞ്ഞിരുന്നത്. ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. അമ്പലത്തിൽ പോകാൻ സമ്മതിക്കില്ലായിരുന്നു, ഒളിച്ചും പാത്തുമാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ നല്ല ഭക്തയാണ്. ഇപ്പം നമ്മൾ നമ്മളുടേതായ തീരുമാനം എടുക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഇതൊന്നും അടിച്ചേൽപ്പിക്കേണ്ടതല്ല, അതൊക്കെ അവർക്ക് പറ്റിയ പിഴവുകളായിരിക്കാം. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ജീവിച്ച് വളർന്നതാണ്. അപ്പോൾ പിന്നെ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഞാൻ പലപ്പോഴും അത്ഭുതത്തോടെയാണ് കണ്ടിട്ടുള്ളത്. ഈ വെള്ളാപ്പള്ളി നടേശനെ ഈ പറയുന്ന മാനായിട്ട് സ്വീകരിക്കുന്നതും, ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഘം നടത്തുന്ന പ്രസംഗങ്ങളും മുസ്ലിം ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട് ഞാനൊരു പക്ഷേ കോഴിക്കോട് ജനിച്ച് വളർന്നുകൊണ്ടായിരിക്കും എനിക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾക്കിടയിലാണ് ഞാൻ വളർന്നത്. എനിക്കിപ്പോഴും ഉള്ള അടുത്ത സുഹൃത്തുക്കൾ അവരൊക്കെ തന്നെയാണ്. എങ്ങനെയാണ് ആ കുടുംബങ്ങൾ നമ്മളുമായിട്ടൊക്കെ എത്ര ക്ലോസ് ആണ്, അവർ എങ്ങനെയാണ് നമ്മളെ ചേർത്ത് നിർത്തുന്നത്, എനിക്ക് കൃത്യമായിട്ട് അനുഭവമുള്ള ഒരാളാണ്. അപ്പോൾ അവർക്കെതിരായ പ്രതികരണങ്ങൾ വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കൊള്ളും. അപ്പോൾ അത് ഒരു രാഷ്ട്രീയമായ സമീപനമായി മാറുമ്പോൾ അത് CPMൽ നിന്ന് സംഭവിക്കുന്നു എന്ന് കാണുമ്പോൾ
ഭയങ്കര ഞെട്ടലുണ്ടാക്കും. അപ്പോൾ ചിലപ്പോൾ വൈകാരികമായി പോകും പ്രതികരണം. അതാണ് പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് അങ്ങനെ പ്രതികരിക്കുന്ന ഘട്ടം വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബാബറി മസ്ജിദിൻ്റെ സമയത്ത് എങ്ങനെയാണ് ബാബറി മസ്ജിദ് ഉണ്ടായതെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ആ സമയത്ത് കോൺഗ്രസിനെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ കുറച്ചുകൂടി എന്താ പറയുക, അപകടം കുറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം എന്ന നിലയ്ക്കാണ് ഞാൻ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ, നാളെ എന്താണെന്നറിയില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പി കെ ശശിയെ മത്സരിപ്പിച്ചപ്പോഴൊക്കെ നിലപാട് പി കെ ശശിയോട് ഞാൻ വി ഡി സതീശനോട് ചോദിക്കുകയും ചെയ്തതാണല്ലോ, പി കെ ശശി എങ്ങനെയാണ് നിങ്ങൾ മത്സരിപ്പിക്കാനുള്ള കാര്യം ചോദിച്ചു. അപ്പോൾ ആലോചിക്കുമെന്നാണ്, പിന്നെയാണ് ആ തീരുമാനത്തിലേക്ക് വരുന്നത്. നാളെ ഫലം വരുമ്പോൾ നമുക്ക് വീണ്ടും വിമർശിക്കാനുള്ള ഒരു വിഷയം കൂടിയാണത്. ഉറപ്പായിട്ടും അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചോദിക്കുന്നേ. പക്ഷേ ഇടതുപക്ഷം CPM എന്നുള്ള പാർട്ടി ഇടതുപക്ഷ നിലപാടിൽ നിന്നും മാറിപ്പോകുന്നു, അത് വലതുപക്ഷ സമീപനത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് അത് വിമർശിക്കേണ്ടതാണെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ. അപ്പോൾ ഈ ഗ്രൗണ്ടിൽ നിന്ന് ഇപ്പോൾ നാട്ടിലൊക്കെയുള്ള സാധാരണക്കാരായ ആളുകളുണ്ടാവില്ല, അങ്ങനെയുള്ള ആളുകളിൽ നിന്നൊക്കെ എന്തെങ്കിലും റെസ്പോൺസോ? അയ്യോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ ഈ 2-3 ദിവസമായിട്ട് ഈ സംഭവം തുടങ്ങിയ മുതൽ എനിക്ക് എത്രയോ ഫോൺ കോൾസ് വരുന്നുണ്ട്. അതും മലബാറിൽ നിന്നുള്ള കുറേ ആളുകൾ, നമുക്ക് അറിയാത്ത കുറേ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ തന്നെ ഭയങ്കര പിന്തുണ, ഞങ്ങളുടെ മനസ്സിലുള്ള കാര്യമാണ്, ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ച കാര്യമാണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് നമ്മൾ ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് നമ്മൾ അവർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്, അവർക്ക് വേണ്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ മാധ്യമപ്രവർത്തകരോട് ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി ദേഷ്യം കാണിക്കുന്നത് ജനങ്ങളോട് ദേഷ്യം കാണിക്കുന്നത് തുല്യമാണ്. കാരണം നമ്മൾ ചോദിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളല്ലേ ചോദിക്കുന്നത്. അപ്പോൾ ആ ചോദ്യങ്ങൾ സൂക്കേടാണ് എന്ന് പറയുകയാണെങ്കിൽ ജനത്തിന് മുഴുവൻ സൂക്കേടാണെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കോൾസ് വരുമ്പോൾ സത്യത്തിൽ നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് അവർക്ക് ബോധ്യമുണ്ടല്ലോ എന്നൊരു സന്തോഷമുണ്ട്. അതൊരു ചാരിതാർത്ഥ്യം തന്നെയാണ്. എന്നാലും ചർച്ചകൾ ഈ നമ്മുടെ ഈ സംവാദത്തിന് ശേഷവും തുടരട്ടെ. എന്തായാലും സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നമുക്ക് തുടർ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കാം അല്ലേ? അതെ, തീർച്ചയായിട്ടും. ശരി. ഓക്കെ.